നീ കുറെ കരി, കുറെ ബഹളം വെക്കി, നെഞ്ചത്തിടിക്ക് വളരെ സൂക്ഷിച്ചു വേണ്ടിട്ടോ, എനിക്ക് പണിയേക്കരുത് കേട്ടോ. കരഞ്ഞോ ഓവറാക്കല്ലേ. ഈ തള്ള എന്താണ് പറയുന്നത്? പോയി, കൈവിട്ട് പോയി എന്റെ തെക്കേത്തര ഭഗവതി. ഞാൻ എന്തായി കേൾക്കുന്നേ? പിന്നെ വന്നിരുന്ന് ഓളിയിട്ട് പേടിപ്പിക്കുന്നു. സ്വന്തം സമാജത്തിന് തന്നെ പാര വെച്ചിട്ട് കരയരുത് വിശാലം, മേക്കപ്പ് ഇളകും. എന്റെ പൊന്നു കൊച്ചമണി, കുറെ നേരമായില്ലോ നീ കിടന്ന് കാറണേ. കാറും ഇനിയും കാറും. എനിക്ക് അത്രയ്ക്ക് സങ്കടമുണ്ട്. ഇതുങ്ങളെ കണ്ടാൽ തന്നെ തലവെരുക്കുക. നാടക നടിയാ, കലാനിലയത്തിൽ ഉണ്ണിയാർച്ചയായിട്ട് അഭിനയിച്ചിട്ടുള്ള. ഈ ഉണക്കത്തള്ള ഏത് കാര്യത്തിൽ ഇടപെടുകയും ചെയ്യും, എന്നിട്ട് അത് നാറ്റിക്കുകയും ചെയ്യും. നിനക്കെന്തൊരു അസുഖമുണ്ടോ തലക്കേ? ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ലേന്ന്. ഞങ്ങളും ചോദിച്ചു. ഇതിന് വട്ടാണ്. മോളെ കൺട്രോൾ കൺട്രോൾ. ഒരു 10 മിനിറ്റ് മിണ്ടാതിരിക്കാൻ ഞങ്ങൾ എന്താ തരണ്ടേ? ഈ കോപ്രാട്ടി കാണിക്കാനല്ല, പറഞ്ഞ കൂലിക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നത്. ഒരു മനസാക്ഷി സാധനം അങ്ങനെയിരിക്കില്ല. ഇപ്പഴേ കപ്പം കൊണ്ട് തല വെക്കാൻ വേണ്ടി പോവാണ്. ഒന്ന് നിർത്തി വേഗം ചിലപ്പ് ഏത് നേരം നോക്കിയാലും നിന്നെ കെട്ടിയെടുത്ത കാലം തൊട്ട് കേൾക്കാൻ തുടങ്ങിയതാണല്ലോ ഇത്. എനിക്കങ്ങ് ചൊറിഞ്ഞു കയറി വന്നതാ. പിന്നെ ഞാൻ എന്തെങ്കിലും തറുതല പറഞ്ഞ കൊച്ചമ്മക്കല്ലയോ അതിന്റെ നാണക്കേട്. ഞാൻ ഈ കാര്യം പറയാം. മനുഷ്യന്മാരെ ഉപദേശിച്ച് നീ ഓടിത്തെത്തൂല. നശിച്ചു പോകത്തല്ലോ. ഒടുക്കത്തപ്പറാക്കാണ്. നിന്നൊരാളും ഉപദ്രവിക്കാൻ പറ്റില്ല. നിന്നൊരാളും ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ. അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. സമ്മതിക്കോ? ഇല്ല. ബസ്സിനകത്ത് നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓരോരുത്തര് അതാ മാറിയില്ലേ. നാക്കിന് ബ്രേക്കും ഇല്ല, ബെല്ലും ഇല്ല. ബസ്സിൽ ചില ആൾക്കാർ നിക്കണമാര് നിക്കണം. അതാണ് നിന്റെ ഹിന്ദി. അതാണ് നിന്റെ ഹിന്ദി. ആ തള്ള പറഞ്ഞണ്ട ഒറ്റടി എന്റെ മൂന്ന് കുറ്റി അടിച്ചോണ്ടല്ലോ അന്ന് വന്നോളൂ. അതാണ് നിന്റെ സ്റ്റാൻഡേർഡ്. അതാണ് നിന്റെ മനസ്സിലെ കറുപ്പ്. എന്റെ ഉള്ളു ശുദ്ധമാണ്, അശുദ്ധമായതാണ് പുറത്തോട്ട് തള്ളിയത്. ശക്തി കൊണ്ടല്ല, ബുദ്ധി കൊണ്ടാണ് ഇനി അവരെ നമ്മൾ നേരിടാൻ പോകുന്നത്. അവിടുന്ന് എടുത്തോട്ടാ. നീ മാത്രം അവിടെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ അവിടെ പാവ വെച്ചത്. ചതി ഒരു ചതിയില്ല. കുഴപ്പമില്ല. അത് ആരാണ് എടുത്തോ. അത് ഭയങ്കര ഡേർട്ടിയാണ്. നിങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ആരും കട്ടെടുക്കില്ല എന്ന് പറഞ്ഞത്. എന്നെ വേഷം കെട്ടിച്ചവര് എന്നെ കാലുവാരിയായിരുന്നു. അതവിടെ നിക്കട്ടെ. കണ്ടിട്ടുണ്ടോന്ന് എനിക്ക് ആയിക്കോട്ടെ, കുഴപ്പമില്ല. എടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഫൈൻ. മിസ്റ്റർ പ്രഭാകർ, എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല. ആരത് അതേതായാലും നന്നായി. കുടുംബത്തിൽ പറഞ്ഞവർ ഇങ്ങനെ തന്നെ ചെയ്യണം. ഒരു കാര്യം ഷുവറാണ്, അവള് നമ്മളെക്കാട്ടിലും ഫ്രോഡാണ്. നീ അല്ല, നീ സ്വന്തമായിട്ട് ഒന്നും എടുത്തില്ലേ എന്റെ മോളെ? അപ്പൊ നീ സ്വന്തമായിട്ട് ഒന്നും ഉണ്ടാക്കിയില്ലേ? മോഷണം നിനക്കറിയോ, ഒരു കലയാണ്. അത് ബുദ്ധിയും സാമർഥ്യവും ഭാവനയും ഒക്കെ വേണ്ട ഒരുതരം ചെപ്പടി വിദ്യ. തമാശ കളിച്ചങ്ങ് സീരിയസ് ആയി. അപ്പോ ഞാൻ